ഹലോ ഗെയ്സ്, എല്ലാവർക്കും മാറിയിട്ട് ഗെയിമിൻ്റെ മറ്റുള്ളിലേക്ക് സ്വാഗതം. ഗെയ്സ്, ലാംബാർഡിനെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ലേക്ക് ഇങ്ങനത്തെ ഒരു കാർഡ് അടിക്കുന്നത്. സെറ്റ് കാർഡാണ്. ഇപ്പോൾ സ്കോഡ് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അത്യാവശ്യം 3200 ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളെ മെയിൻ സ്കോഡ്. എന്തായാലും ഞാൻ ലാംബാർഡിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ, ഞാൻ കാർഡ് സെറ്റ് കാർഡാണ്. ഇപ്പം എന്തായാലും ഒപ്പോണൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്കോഡിൽ മൈക്കിൾ ലീസ് ഫോമാണ്. അല്ല ചെക്കൻ റയലിന് പ്ലക്കി വിട്ടുണ്ട്. റയൽ എന്തായാലും സെറ്റ് കളിയായിരുന്നു. ഞാൻ കളി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റയൽ ഫാനാണ്. പക്ഷേ ഒലീസയുടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും മാച്ച് സ്റ്റാർട്ടായിട്ട് പറയാം. ഇപ്പം എന്തായാലും മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. അവനുടെ അച്ഛനെന്താ ലാഗ് തുടങ്ങി. അയ്യോ, പ്ലെയർ നീങ്ങണതന്നെയല്ല. ഫസ്റ്റ് ഉണ്ടാവും കുറച്ച് ക്ഷമ കളി എടുക്കും. ഒലീസ് തന്നെ എടുത്തിട്ടുണ്ട് ബോള്. ചെല്ലിന് ഗുയിറ്റ് ഭാഗ്യമുണ്ട്. സാധാരണ ഈ പ്ലെയർ മിസ്സാക്കലില്ല. ഇപ്രാവശ്യം എന്തോ പറ്റിയിട്ടുണ്ട് അവനക്ക്. ഗുയിറ്റല്ലേ, എന്തോ പേരാണ്. ഒലിവർ ഖാൻ റൗള് എടുത്തിട്ടുണ്ട്. ഒലീസ്, ഡെക്ലൻ റൈസ്, ഡീൻ ഹുയ്സൺ സീനാണ് ഇപ്പോൾ എടുത്തായിട്ട്. മിക്കവാറും ഞാൻ മറ്റേ ടോണി ആൻസണിന് ഇടേണ്ടി വരും. കാരണം ചെല്ലിന് കുറച്ച് ഇതാണ്. പണ്ടത്തെ ഫസ്റ്റ് കിട്ടിയ പാടുള്ളൊരു ഇതൊന്നും ഇപ്പം അല്ല. എന്തായാലും ഇവിടെ ഓഫ് സൈഡ് ആയിട്ടുണ്ട്. അവൻ്റെ കിക്ക് ലംബാർഡ് വലിപ്പിച്ച് കിട്ടി. ലംബാർഡ് അടിച്ചു വെക്കാം. ലംബാർഡ് പുറത്തടിച്ച് ലോങ്ങിന്ന് അടിക്കണ പ്ലെയറാണ്. അല്ല, മുഞ്ചത്തരായി. ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. നെയ്മർ ബോള് നീട്ടിപ്പോയി. അർണോൾഡ് ചെല്ലിനി കണ്ട ഗുയിറ്റ്. ഭാഗ്യമുണ്ട്. ഡംഫ്രീസിന് വെച്ചിട്ടുണ്ട്. ഡംഫ്രീസിന് ബാക്ക് ടു ചെല്ലിന്. ലംബാർഡ് നൈസ് വൺ, ഗുഡ് ബോൾ. ഇതാണ് ക്വാളിറ്റി. സെറ്റ് പാസ് വെച്ച് കൊടുക്കും. എന്തായാലും അവൻ കോളാക്കിയിട്ടുണ്ട്. ലംബാർഡ് അടുപ്പിച്ച് നോക്കാം. എന്തടിയാണ് അടിച്ച കൺട്രോൾ കണ്ട ചെക്കൻ്റെ. വിളിക്ക് അതിൻ്റെ കയറിയില്ല. അതെന്നാലും ഫൗള് കിട്ടണ്ടായിരുന്നു. പക്ഷെ ആള് ബാലൻസ് ചെയ്ത്. റൈക്കാർഡ് റൈസ് ലംബാർഡ് എടുത്തിട്ടുണ്ട്. ഡബിൾ ടച്ച്. ലംബാർഡ് എന്താ കീപ്പറും അടിക്കണ മാത്രം തട്ടാൻ വേണ്ടി ജനിച്ചാന്ന് തോന്നുന്നു. ലംബാർഡിനെന്ത് ഭാഗ്യമില്ല. ചെക്കൻ കുറേ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആളെ പ്ലേ സ്റ്റൈല് മനസ്സിലായില്ലേ. ഡിഫെൻഡിലുണ്ട്, അറ്റാക്കും ചെയ്യും. സെറ്റ് കാർഡാണ്. കിട്ടിയവർക്ക് മുതലായി. അടി എന്നൊക്കെ പറഞ്ഞാണല്ലോ, സ്ക്രീമർ ആയില്ല അത്. പറയണ ടൈം കൊണ്ട് അടുത്തൊന്നും എടുത്ത്. റൗള് സീൻ കാർഡാണ്. കിട്ടിയ പാട് വിടലായിരുന്നു. സത്യമായിട്ട് ഫസ്റ്റത്തെ ആഴ്ച വിടലായിരുന്നു. എല്ലാ കാർഡും ഫസ്റ്റത്തെ ആഴ്ച സീനായിരിക്കും. പക്ഷേ ഈ കാർഡ് ഫസ്റ്റത്തെ ആഴ്ച കഴിഞ്ഞതിന് ശേഷം സീന് കാർഡായിരുന്നു. ലംബാർഡ് ഇതാ ഇത്രേ ഉള്ളൂ. അതുകൊണ്ടായി കളഞ്ഞ്. ലോങ് ബോൾ വെച്ചിട്ടുണ്ട്. ഡീൻ ഹുയ്സൺ ആണ് ഉള്ളത്. ഹുയ്സൺ, ഡംഫ്രീസ്, ഡെക്ലൻ റൈസ്. ലംബാർഡ് ഇതാണ് സെറ്റാണ്. അത് പാസ് ഞാനങ്ങനെ കളിപ്പിക്കണ്ടായിരുന്നു. ലംബാർഡ് അർണോൾഡ്, അവൻ ഗുയിറ്റ്. ഇതെന്തോടാ കയറി. ഒലിവർ ഖാൻ. ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ പിടുത്തം. ഡംഫ്രീസ്, ഡുവെ, റൗള് തിരിച്ചു വെച്ച്. റൗള് ഡിലൈറ്റ്
പറയാനല്ലേ. ഫസ്റ്റ് ഹാഫ് എന്തെല്ലാം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് നമുക്ക് ഒരെണ്ണം കൂടി അടിക്കാൻ നോക്കണം. ലംബാർഡ് സീനാണ്. കുറേ അടിയൊക്കെ അടിച്ച് വെച്ച ഗോൾ മാത്രം കണ്ടെത്താൻ പറ്റിയില്ല ആൾക്ക്. അതിൽ ഫെറാൻ ഇറക്കിയിട്ടുണ്ട്, ആൾ ഫോമായിരുന്നു. പിന്നെ ബൊയാൻ ഇറക്കാം. ഗലീന എന്തായാലും മാറ്റാം. ബൊയാൻ ഇറക്കട്ടെ ആദ്യം. ബൊയാനോട് ബൊയാനോ ഇറക്കി. അപ്പം എന്തായാലും ഞാൻ സ്റ്റാർട്ടായിട്ടാ. അപ്പം നമ്മൾ സെക്കൻഡ് ഹാഫ് നമ്മളെ ഫസ്റ്റ് ടച്ച് ലംബാർഡ്, കാർലോസ്, നെയ്മറിനെ കിട്ടിയില്ല. ലംബാർഡ് എടുക്കും ഇല്ല. റോബർട്ടോ കാർലോസ് കിട്ടിയത് മുതലാക്കിയ കാർഡാണ് ഞാൻ കാർലോസിൻ്റെ. എല്ലാ മാച്ചും കളിച്ചിട്ടുണ്ട് ആൾ. കളിക്കാരുടെ കോയിനിവൻ്റ് ഉണ്ടാവില്ല, അത് കളിച്ചിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാം മുതലാക്കിയിട്ടുണ്ട് ആൾ. കിറ്റിൻ്റെ രണ്ടാമത്തെ എപ്പിക്കാണ്. ഫസ്റ്റ് എപ്പിക്ക് സ്റ്റോയിക്കോണ്ട് ആൾ സീനാണ്. മുതലാക്കിയ കാർഡാണ് ഞാനത്. ഇഷ്ടംപോലെ ഗോൾ അടിച്ചിട്ടുണ്ട്. 1000 അടുത്തേക്ക് ഗോൾ അടിച്ചിട്ടുണ്ട് ആൾ. അത് മാച്ചും ഉണ്ടാവും എന്തായാലും. ലംബാർഡ് നീ ഒന്നും പറയണ്ടല്ലോ. ആൾക്ക് ഗോൾ അടിക്കാൻ കീപ്പർ സമ്മതിക്കല്ല. എന്തട്ടി അടിച്ചു അതും തട്ടി. എങ്ങനെ ടോപ്പ് കോർണറിലേക്ക് അടിച്ചിട്ട് തട്ടി. നീ ഒന്നും പറയാനില്ല. ബോയൻ അതും പോയി. കൊനാമിക്ക് എന്തോ വൈരാഗ്യമുണ്ട്. ആ കീപ്പറിന് ഒന്നാമതുണ്ട്. ഫസ്റ്റ് ആ മറ്റേ ചെറിയ ഹെഡ് അടിച്ചപ്പോൾ ആളെ സേവ് ചെയ്തില്ല. ബുള്ളറ്റ് സാധനം അടിക്കുമ്പോൾ മാത്രം അടിക്ക് നല്ല വെയിറ്റ് ഉണ്ട് ലംബാർഡ് അടിക്കുമ്പോൾ. ക്രോസ് എന്തെങ്കിലും വെച്ചെടുത്ത് നോക്കാം. റൗള് അറ്റംപ്റ്റ് ചെയ്ത്, പക്ഷേ ഗോളാക്കാൻ പറ്റിയില്ല. അവൻ്റെ നെയ്മർ, നിക്കോ റെല്ലി എന്താണ് പേര്, ടോണി ആദംസ്, ഡീൻ ഹോയ്സൺ, ഫ്രാങ്ക് ലംബാർഡാ എന്തായാലും ചെങ്ങായി എടുത്ത് ആർമാദിക്കുന്നുണ്ട് അവിടെ. ബോൾ കൊണ്ടുപോയി കളഞ്ഞ് ഞാൻ പറയല്ലോ ഒന്ന്. ഹോയ്സൺ നെയ്മറിനെ ചെറുത്തൊക്കെ. നെയ്മറിന് റൈറ്റ് കാർഡിൻ്റെ നിന്ന് പോയി. നമ്മൾ ചെക്ക് എടുത്ത് ഗാൻ ടു നെയ്മറിനെ ചെറുത്തൊക്കെ. നെയ്മർ വൺ ഡൗൺ ആയില്ലേ. ഗുഡ് പാസ്. റൗൾ ടു ടോറസ് ഡിലേറ്റ്. പാസ് അവിടെ പാസ് വെച്ചാൽ മതി, ത്രൂ വെക്കണ്ടായിരുന്നു. എന്തായാലും നെയ്മർ ഡക്ലൻ റൈസ് ചോറ പിടിച്ചാണ്. ഹൈവ മടക്കിയവനെ അവനവിടെ കിടത്തി അടിക്ക്. ഞാൻ കാണിച്ച കൊണ്ടത്തരാണ്. അയ്യോ നല്ല അടി ചാടി. ഞാനെപ്പോഴും ആംഗിളിൽ നിന്ന് അടിക്കാറ് നെയ്മറിനെ കൊണ്ട്. സെറ്റാണ് നെയ്മറിനെ കൊണ്ട് വരപ്പിക്കാൻ. ഇങ്ങനെ നെയ്മറിനെ കൊണ്ട് കളിക്കാം. ഇപ്പം നല്ല ലാഗും ഉണ്ട്. അതിൻ്റെ ടച്ചും പോയി. എന്നിട്ട് ടോറസ് വെച്ചുകൊടുത്ത് നോക്കുക. തിരിച്ച് നെയ്മർ അഗൈൻ. നെയ്മർ അടിച്ച്. ഇതേപോലെ അടിക്കുന്നത് ഞാൻ അവിടെ നിന്ന് അടിക്കായിരുന്നു. ഞാൻ ബോയാനൊക്കെ വെച്ചുകൊടുക്കാനും നോക്കിയ. എന്തായാലും ത്രോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നെ അല്ലേ. ഓക്കെ ലംബാർഡ് ചെങ്ങനെ എല്ലായിടത്തും ഉണ്ടല്ലോ. അത് പാളിപ്പിച്ച്. ഈദൻസാഡ് ഹോയ്സൺട്രാ. ലംബാർഡ് ഇതാ ഡബിൾ ടച്ച് ഇട്ട് അവൻ ഇറക്കി. ശരിയില്ല. രണ്ടാമത്തവൻ കയറി. ഈസി അത് അസിസ്റ്റായി കൂട്ടണം കേട്ടോ, അല്ലെങ്കിൽ മോശം. അസിസ്റ്റ് ആവണം. അല്ല ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നല്ലേ. ഫെറാൻ ടോറസ് ഇറങ്ങി ഗോളടിച്ച്. റൗള് ഞാൻ അങ്ങോട്ട് വെച്ചാണ്. എന്തായാലും രണ്ടാമത്തെ ഡബിൾ ടച്ച് കുറച്ച് ലൈറ്റായി ഇടാൻ. പക്ഷെ ലൈറ്റായിട്ടില്ല, നേരത്തെ ഇട്ട്. ഓൾമോതാ പോണ്. ഏതാ ലംബാർഡ് എന്ത് വെക്കല വെച്ച് കാർലോസ്. എന്തായാലും കളി അമ്മ എടുത്ത്. ഇനി അവൻ കംബാക്ക് കൊണ്ടിയൊന്നുമില്ല. അമ്മ കളി എടുത്ത്. നമ്മൾ ഇപ്പോൾ പറ്റണങ്ങാൻ ഡിവിഷൻ 2 കയറും. മാച്ച് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. സോറി, അതൊരു കാർഡിൻ്റെ ചടങ്ങായിരുന്നു. മാച്ച് കഴിഞ്ഞ് റെഡി 1 2 3 സ്റ്റാർട്ട്.
കറക്കതിന് അമ്മ ജയിച്ചിട്ടുണ്ട് 2-0. ലംബാർഡ് സീനായിരുന്നു. കറക്കാത്തവരെ കറക്കുക, ആരെ കിട്ടിയാലും വെറുത്താണ്. ഞാൻ ഓർമ്മിപ്പിച്ച് പറയാം, എല്ലാ പ്ലേസും സീനാണ്. ഞാൻ എല്ലാ പ്ലേസും കളിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. കോയിൻ ഉണ്ടെങ്കിൽ കറക്കിക്കോ, വെയിറ്റ് ചെയ്യണ്ട ബാക്കിയുള്ള ബാക്കിനൊന്നും. ഞാൻ 1000 സംതിങ് കറക്കി ലംബാർഡിന് കിട്ടി. സെറ്റാണ്. ആട്രിബ്യൂട്ട് ബോക്സാണ് പ്ലേ സ്റ്റൈൽ. ട്രിബിളിംഗ് ഒക്കെ നോക്കുങ്ങ, പാസിംഗ് ഒക്കെ ഉണ്ടല്ലോ, ലോ പാസ്സൊക്കെ നോക്ക്. കിക്ക് സ്പീഡ് 91, കിക്കിംഗ് ബാർ 96. അതാണ് നിങ്ങൾ അവിടെ കണ്ടത്. അടിക്കുന്ന അടിയൊക്കെ കിണ്ടൽ അടിയായിരിക്കും. ലോ സ്ക്രീമർ അടിക്കാറിഞ്ഞാൽ മതി. ബിൾസ്കലയുടെ സീനാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യുക. ബൈ.